സ്വാമി എന്താ പ്രേമലേഖനം വല്ലതാണോ? വൃത്തിയുടെ പറയില്ലേ മാത്യു? അത് പോട്ടെ സ്വാമി, കൈ കൊടു. എഴുന്ന കൈ എങ്ങനെ? കൈ കൊടു സ്വാമി. കലക്കി. എന്തോന്നാ? പഞ്ചാമൃതം. ഞാനവിടെ ചെല്ലുമ്പം ആ പാവ ഒരു പൂജ ചെയ്യുമായിരുന്നു. ഒരരന്നത്തെ പോലെ കുണുങ്ങി കുണുങ്ങി അവളെന്റെ മുമ്പിൽ വന്നു. ആര്? കമലു. ഞാൻ ആ പഞ്ചാമൃതം അവളുടെ കയ്യിലേക്ക് കൊടുത്തു. പഞ്ഞി പോലുള്ള അവളുടെ കരങ്ങൾ സ്പർശിച്ചപ്പോൾ എന്റെ സ്വാമി ഇത് കണ്ടോ? എന്തോന്നാ? രോമാഞ്ചം. എന്നിട്ട് ഞാൻ ആ കുങ്കുമക്കുറി അവളുടെ നെറ്റിയിലിട്ട് കൊടുത്തു. അവളുടെ മേലാകെ കുളിര് കോരിയതുപോലെ ഒറ്റ നിൽപ്പ. അയ്യോ മതി മതി, എനിക്കൊന്നും കേക്കണ്ട. ഗുരുവായൂരപ്പ കൃഷ്ണ സമസ്ത അപരാധം പുറക്കണേ. അല്ല സ്വാമി, ഇനിയുണ്ട്. ആരാത്? വരൂ, എത്രേന്റെ പോളിസിയാ വേണ്ടത്? ഞാൻ രാമമൂർത്തി, അപ്പുറത്ത് ട്യൂട്ടോറിയല്ല. ഞാൻ കണ്ടിട്ടുണ്ട്. 5 ആണോ 10 ആണോ? ഞാൻ വന്നത് പോളിസി എടുക്കാനല്ല. പിന്നെ ക്ലാസ് എടുക്കാൻ വന്നതാ? അത് പിന്നെ സാർ തെറ്റിദ്ധരിക്കരുത്. അതിനെന്താ? സാറ് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റി. എന്താ? തെറ്റ് എന്റേതാണ്. സോറി. ഞാൻ സാറിന്റെ ഭാര്യയെ അകത്തിന് സംസാരിക്കാം. വാ. സാറിന് കുടിക്കാൻ എന്താ? ചായയോ? എന്തായാലും വിരോധമില്ല. ചാരായം വേണം? വേണ്ടല്ലേ? എന്നൊരു കാര്യം ചെയ്യേ, ആ ചരട് പിടിച്ചൊന്ന് വലിച്ചേ. എന്തിനാ താത്തത്? പുറത്തുള്ളവർ കാണില്ലേ? ഓ അത് ശരി. എന്റെ ഭാര്യയെ നോക്കൂ. ഒരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കാണാനില്ല. കമലു, ഞാനൊരു പാവം ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനെ കൊല്ലാനുണ്ടാ ഞാൻ ഇറങ്ങിയേക്കണേ. ഇതാണ് പിടിച്ചോ. പുരുഷൻ പുരുഷൻ എപ്പടി ഇരിക്കേ? പുരുഷൻ എപ്പടി ഇരിക്കേ? நல்லா இருக்கு. நல்லா இருக்குல்ல? ചുടുതണ്ണി വെച്ചോ. ചുടുതണ്ണി ഇനി ഒന്നും വേണം കേട്ടോടെ. ചുടുതണ്ണി ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ സമസ്ത അപരാധങ്ങളും പുറക്കണേ. കൃഷ്ണ ഗുരുവായൂരപ്പ. പിന്നെ കുറെ ചക്കക്കുരു ചുട്ടുതന്നായിരിക്കും. ചുമന്നോട്ട് വന്ന് എന്നെ വേണം തല്ലാൻ. ദൈവൻ രാമമൂർത്തി, ഞങ്ങൾ ഒരുമിച്ചാ താമസം. വാദ്യാരാ പാരൽ കോളേജിൽ. നിന്നെ കൂട്ടാനാണെന്ന് പറഞ്ഞപ്പോ ഏവനൊരു മടി. മടിയൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ കുറെ നാളായിട്ടല്ലേ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും കരുതി. പറയാനുള്ളതൊക്കെ ഞങ്ങൾ പണ്ടേ പറഞ്ഞു കഴിഞ്ഞതാ. ആ എന്താ ശരിയല്ലേ? ആ വണ്ടി കയറി. മുമ്പിലോട്ട് കയറോ? സോറി, ഞാൻ വിചാരിച്ചു മുമ്പിലാണ് ഇരിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ അകത്ത് കൊണ്ടുവിട്ടിട്ട് വരാം. പഞ്ചാര അടിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അകത്തേക്ക് വരാം. ഞാനിവിടെ നിന്നോളാം. ഓ ശരി ശരി. ഗുഡ് മോർണിംഗ്. ഇതാ അശ്വതി. ഇത് മിസ്സസ് പി കെ നായർ, ഇവിടുത്തെ വാർഡൻ. രവീന്ദ്രൻ എല്ലാം പറഞ്ഞിരുന്നു. എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങി തിരിച്ച അന്നേരം വണ്ടിക്ക് റിപ്പയറാ. നീ എപ്പോഴും പറയാറുള്ളത് ശരിയാ. അശ്വതിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. എന്ത് നല്ല സ്വഭാവം ആ കുട്ടിക്ക്. എന്തായാലും അധികം വച്ച് താമസിയാതെ എത്രയും വേഗം നീ ആ കുട്ടിയെ കല്യാണം കഴിക്കണം. എടാ സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ. പിന്നൊരു ചടങ്ങ് അതെപ്പോ വേണേലും ആവാലോ. ഞാൻ പറഞ്ഞത് ആരെങ്കിലും കൊണ്ടുപോയി കളയുമെന്ന് കരുതിയിട്ടാ. അശ്വതി എന്നെ വിട്ടു പോവില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുട്ടിക്കാലം മുതലേ തുടങ്ങിയല്ലേ. എടാ എനിക്കൊരു ഐഡിയ. നമ്മുടെ മാത്യു നയനാൻ കോശിയെയും അശ്വതിയെയും തമ്മിലൊന്ന് കൂട്ടിമുട്ടിച്ചാലോ? നീ എന്തായി പറയുന്നത്? കൂട്ടിമുട്ടിക്കേ? ആ, അവൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഇന്ന് തിരിച്ചടി കിട്ടിയാലേ അവൻ നന്നാവും. അതിന് ഞാനിപ്പോ നോക്കിയിട്ട് പറ്റിയ ആള് അശ്വതി തന്നെ. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? അതും സ്വന്തം ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ,
അശ്വതി എനിക്ക് നന്നായിട്ട് അറിയാം. അശ്വതി ഇതറിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. എടാ, അവൻ എത്ര തലകുത്തി നിന്നാലും അവളൊന്ന് തിരിഞ്ഞു നോക്കത്തോലുമില്ല. നമ്മുടെ മാത്യു നാനാൻ കോശിയുടെ മൊട്ടത്തലയിൽ ഒരു ലേശം കളവം പൂശിയാൽ എങ്ങനെ ഇരിക്കും? സംഗതി പരമ രഹസ്യമായിരിക്കണം. നമ്മൾ രണ്ടാളും പറഞ്ഞാൽ മതി. വണ്ടി കയറ്. ആ പിന്നെ പറഞ്ഞ പോലൊക്കെ ചെയ്തോണം. സംഭവം കൊളാക്കിയ ഞാൻ മുങ്ങും, നാട്ടുകാർ നിന്നെ കയറി മേയും. ആ ഇപ്പോഴത്തെ കാലത്ത് ഈ 100 എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ട് സാറേ? മുട്ടായി വയ്ക്കാൻ തികയുമോ? ഓഹോ, എന്നാ പൊന്നു വലിയ നീ എന്നിട്ട് ഒരു വീക്കാൻ വെച്ചേരും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആ ചെല്ലു. അയ്യോ എന്റെ കാല് പോയേ, എന്റെ കാലിന് നല്ല സുഖമില്ലേ? അയ്യോ എന്റെ ആറ്റുകാൽ അമ്മച്ചിയെ ഈ പക്കച്ചോട്ടന്റെ വണ്ടി കയറ്റി കൊന്ന്. അയ്യോ എന്റെ കാല് പോയി. എന്റെ ആറ്റുകാൽ അമ്മച്ചിയെ ഈ പെങ്കൊച്ചു വണ്ടി ഇടിച്ച് എന്റെ കാലൊടിച്ചു. അയ്യോ, ഞാൻ ഇടിച്ചതല്ല, ഇയാൾ എന്റെ വണ്ടിയുടെ മുമ്പിൽ ചാടിയതാ. കൊച്ചെ, ആ പാവത്തിന് ഇടിച്ച് ഇട്ടതും പോരാ നിന്ന് വാചം അടിക്കുന്നു. മര്യാദയ്ക്ക് അയാൾക്ക് മരുന്ന് വാങ്ങിക്കാൻ കാശ് കൊടുക്ക്. എന്താ പ്രശ്നം? എന്ത് പറ്റി? ഈ പെൺകുട്ടി ഈ പാവത്തിന്റെ ദേഹത്ത് വണ്ടി ഇടിച്ചു. അയാൾ ആശുപത്രിയിൽ നിന്ന് വന്ന വഴിയാ. ഞാൻ ഇടിച്ചതല്ല. എഴുന്നേക്കടാ. സാറിന് പിന്നെ അറിയാമോ? ഇത് ഇവന്റെ സ്ഥിരം പണിയല്ലേ? കഴിഞ്ഞ ആഴ്ച കളക്ടറിന്റെ മുമ്പിൽ എന്റെ വണ്ടിയുടെ മുമ്പിൽ ചാടി. അടിക്കണം, ആഹാ. കെട്ടടിക്കണം. മേലാലി പ്രദേശത്തൊക്കെ കണ്ടുപോയാൽ ഓടറാ. ആരും ഒന്ന് പിരിഞ്ഞു പോയെ. ഇത് ഇവന്റെ സ്ഥിരം പണിയല്ലേ? Bloody fool. മനുഷ്യൻ ഇങ്ങനെ മതപ്പറിച്ചാലും. എക്സ്ക്യൂസ് മീ. താങ്ക്സ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്റെ അമ്മേ, വെറുതെ അല്ല പണ്ട് ആരണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. കണ്ണിനെ കയവും കാണിക്കരുത്, പെണ്ണിന് സ്വർണവും. സോപ്പ്, ചീപ്പ്, കണ്ണാടി, കരിമഷി, കരിവള, പൊട്ട്, കുന്തം, കൊടച്ചക്രം. ഇനി അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ, രവിയേട്ടനല്ലേ അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ ചോദിച്ചേ. അത് ഞാനൊരു ജാടയ്ക്ക് ചോദിച്ചല്ലേ. അങ്ങനെ ഞാൻ ചോദിക്കുമ്പോ നീ എന്താ പറയേണ്ടത്? അയ്യോ വേണ്ട എന്നൊക്കെയല്ലേ? അതല്ലേ എന്റെ ഒരു ഭംഗി, ഒരു മര്യാദ. എന്നാ എനിക്കൊന്നും വേണ്ട. വേണ്ടേ? വേണ്ട. എന്നാലേ വേണം. കാരണം ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഇത്തിരി സ്റ്റൈലിലൊക്കെ നടന്നില്ലെങ്കിലേ അതിന്റെ കുറച്ചില്ല എനിക്കാ. കേരളി പുഴുപ്പല്ലി. ദേ രവിയേട്ടാ. ഇന്ന് കമലുവിന്റെ ഹൃദയമിടിപ്പുകൾ എന്റെ കാലൊച്ചകളാണ്. ഇന്നവൾ കാത്തിരിക്കുന്നത് എന്റെ സ്വരം കേൾക്കാനും നിഴൽ കാണാനുമാണ്. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ. അയ്യോ കൃഷ്ണ, ഗുരുവായൂരപ്പ പൊറുക്കണേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടല്ല ഭഗവാനെ. എന്താ സ്വാമി, കേൾക്കാൻ നല്ല രസം തോന്നുന്നുണ്ടല്ലേ? എന്റെ മാത്യു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാൻ ബെറ്റിനില്ലെന്ന്. ഇനി ഒന്നും വേണ്ട, ആ കുടുംബം തകർക്കരുത്. എന്നെ എങ്ങനെയെങ്കിലും ആ ബെറ്റിൽ നിന്ന് ഒഴിവാക്കി തരൂ. അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. രാവിലെ മുതൽ വെള്ളം കോരിയിട്ട് അവസാനം കൊടവിട്ടുടയ്ക്കുന്ന ഏർപ്പാട്. ഡാടാ ഒന്ന് നിർത്ത്. നീ എന്തിനാ പാവത്തിന് വെറുതെ ഇട്ട് പറഞ്ഞു കളിപ്പിക്കുന്നത്? ഞാൻ കളിപ്പിക്കുന്നതല്ല, സ്വാമി കളിക്കുന്നല്ലേ. എന്നാലേ നീ വേറൊരു കളിക്ക് തയ്യാറായിക്കോ. എന്തോന്ന് കളി? നിന്നെ കൊടുക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയല്ലോ. ഒരു കാര്യം ചെയ്, ഞാൻ കണ്ടുപിടിച്ച പെണ്ണിന്റെ കാര്യത്തിൽ നീ ഒരാഴ്ചയല്ല ഒരു 10 ദിവസം എക്സ്റ്റൻഷൻ എടുത്തോ. ആ എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട, നീ ആളെ കാണിച്ചാ. അവൾ ഇനി ഏത് ഭൂലോക സുന്ദരിയാണെങ്കിലും മാത്യു കഴിഞ്ഞൊടിച്ചാ മതി, പിന്നാലെ വരും. എങ്കിലേ മോൻ കാലത്തെ റെഡി ആയിക്കോ. ഞാൻ എപ്പോഴേ റെഡി. എന്താ സ്വാമി? അയ്യോ കൃഷ്ണ വേണ്ട കേട്ടോ, ഒന്നും വേണ്ട.